പ്രേക്ഷകർ പല വ്യൂവിലാണ് ഇത് കാണുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നു, ചിലർക്ക് അത് സ്ലോ പേസ് ആണ്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ അത് അവസാന നിമിഷം ഒരു കഥ തുടക്കം തൊട്ടുള്ള അവസാനം വരെ എത്തിക്കുന്ന അതിലെ സംഭവങ്ങളാണല്ലോ ഓരോ ഡോട്ട്സ്. അപ്പം ഇത് ഓരോ സെക്കൻഡ് ഇത് പ്രേക്ഷകൻ ഇട്ട് കൊടുക്കണമല്ലോ അടുത്തത് എൻഗേജിങ് ആവാൻ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രേക്ഷകൻ ഇത് കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഇത് കുറച്ച് പിന്നീട് ചിന്തിക്കാവുന്ന ലെവലിൽ ഇപ്പൊ എക്കോ ഒക്കെ അപ്പം എത്രത്തോളം ആ തോട്ട് പ്രോസസിംഗ് ഉണ്ടായിരുന്നു? അല്ല എന്താ പറയുക, ഇത് നമ്മളൊരു റൈറ്റിങ്ങിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിങ്ങിലോട്ട് പോകുമ്പോഴും നമുക്ക് അതിന്റെ ടോട്ടൽ പ്രോസസ്സിൽ ഇത് പ്രേക്ഷകർ എങ്ങനെ കണക്ട് ആവും എന്ന് മാത്രം ആലോചിച്ച് ഒരു ക്രിയേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, നമ്മളെപ്പോഴും ആ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഫിലിം മേക്കിംഗ് രീതിയിലോട് എങ്ങനെ ഈ കഥ എങ്ങനെ പറയണം എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷനിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു ഹോപ്പാണ് അത് പ്രേക്ഷകർ അത് ഈ രീതിയിൽ എടുക്കും എന്നുള്ളത്. അത് മാത്രം കോൺഷ്യസ് ആയിട്ട് നോക്കിയിട്ട് നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാണ് നമ്മൾ എപ്പോഴും ഒരു സിനിമ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്, നമ്മൾ എഴുതുമ്പോൾ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. ഇത് വന്ന് നിൽക്കേണ്ട രീതി ഇങ്ങനെയാണ്, ഇതിൽ മേ ബി ഇങ്ങനത്തെ ചില ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അത് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ക്ലൈമാക്സിലോട്ടാണ് ഇത് ട്രാവൽ ചെയ്യണം എന്നുള്ളത് റൈറ്റർ എന്നുള്ള രീതിയിൽ നമുക്കത് അറിയാം. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫും അതിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആലോചിക്കുക. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് ഒരു സൈക്കോളജിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് മൈൻഡിലുള്ള ഒരാളുടെ പ്രശ്നങ്ങളും പെയിനുമാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് ഒരു ഓഡിയൻസ് കണക്ട് ആവണമെങ്കിൽ അവരും കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡ് ആവണം, അല്ലെങ്കിൽ അയാളുടെ വോയിസസും അയാളുടെ ഇന്നർ ഫീലിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു നല്ല ക്ലൈമാക്സ് എന്ന് പറയുന്ന വിഷ്വലിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതൊരു ജസ്റ്റിഫിക്കേഷൻ ആവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാവലാണ് ഈ സിനിമ. ഒരിക്കലും എനിക്ക് തോന്നുന്നു എപ്പോഴും മേ ബി ഞാനടക്കമുള്ള ആളുകളുടെ ഒരു ഇതായിരിക്കാം, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു വിലയിരുത്തലിലോട്ട് വരും. എനിക്കറിയില്ല, നമ്മളൊരു റൈറ്റിങ്ങിലോട്ട് സമീപിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നമ്മളൊരു സിനിമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ സിനിമ ഉറപ്പായിട്ടും ആളുകൾക്ക് ലാഗ് വന്ന ആളുകൾ ലാഗ് എന്ന് പറയും. പക്ഷെ ചില സിനിമകൾക്ക് ആ ലാഗ് ഒരു ആവശ്യമായിരിക്കും. അതൊരു ക്രിയേറ്ററെ സംബന്ധിച്ചാണ് കേട്ടോ. ഓഡിയൻസിനെ സംബന്ധിച്ച് അത് ലാഗ് ആണെങ്കിൽ അങ്ങനെ തന്നെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് ഹാഫ് ഇത്രയും പേസ് ഉണ്ടെന്നും ക്ലൈമാക്സ് നന്നായെന്നും പറയുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. അനോമിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഉപരി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആവാൻ ഏത് മൊമെന്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അതേപോലെ തന്നെ ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഉപരി പ്രൊഡ്യൂസറായിട്ട് അനോമിയുടെ സെറ്റിൽ എത്രത്തോളം ഷോ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്? ആക്ച്വലി ഒരു ഷോ ഇറക്കിയിട്ടില്ല, കാരണം ഞാൻ തന്നെ അത് മറന്നുപോകും. കാരണം അതെ, ഇത് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കമ്മിറ്റ് ചെയ്തൊരു സിനിമ തന്നെയാണ്. നമ്മൾ എടുത്ത് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് വേണമെന്ന് അത് വായിച്ച് അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട അങ്ങനെയാണ് നമ്മൾ ഈ മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ പടം കഴിഞ്ഞ് ഒരു 1 സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഇവർ ആദിത്തും റിയാസും ഇങ്ങനെ ഒരു തോട്ട് തരുന്നത്, ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവാൻ എങ്ങനെയാ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. അതത്ര ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടൊന്നുമല്ല, ഇവർ വെച്ച വിഷ്വൽസിൽ വന്നൊരു കോൺഫിഡൻസിലാണ് നമ്മൾ വൈ നോട്ട് കൊള്ളാമെന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിതിൽ അങ്ങനെ പ്രൊഡക്ഷൻസ് ആയാലും കൂടി ഇന്നാവുന്നത്. പക്ഷെ ഷോ ഒന്നും ഇറക്കിയിട്ടില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ പകുതി സമയത്ത് മറന്നു പോകും, കാരണം ഇത് പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ടെൻഷനോ ഒന്നും അതിന് വേണ്ടി അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം ആദിത്യ വിൽ ടേക്ക് കെയർ, ആദിത്താണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പോയിട്ട് ആരെങ്കിലും കാണുകയും മീറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതേപോലെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് അനോമി വരെ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഭാവന എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൂടുതലും നല്ല മാറ്റങ്ങളാണ്. അതായത് പിന്നെ കുറേ കാലം വരെ നമ്മുടെ സിനിമ ഒരു 3 പോയിന്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു, ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നൊക്കെ മാറി 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 ഇപ്പോൾ ഒരു കഥ, അതിലെ കഥാപാത്രങ്ങൾ, അങ്ങനെയായി സിനിമ. അതിൽ ഭയങ്കര നല്ല ചേഞ്ചാണ്. കാരണം നായകൻ നായിക സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവസാനം നായകൻ ജയിക്കും, വില്ലൻ സൈഡ് ആവും എന്നുള്ളത് നമുക്ക് അറിയാം, എങ്കിലും നമ്മൾ കാണും.
അതിൽ വ്യത്യസ്തമായ സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് വളരെ കുറവായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് വരുന്നു, നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന കുറേ എലമെൻറ്റ്സ് വരുന്നു. ഇപ്പോൾ മലയാളം സിനിമ എന്ന് പറയുന്നത് തമിഴന്മാർ, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഈവൻ മറ്റേ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ സംസാരിക്കുന്നു മലയാള സിനിമയെ വെച്ച്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും യുണീക്കായിട്ടുള്ള ഐഡിയാസ് നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അത് നല്ല കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് OTT മൂവീസ് വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ലേഡ് ബാക്ക് മനോഭാവമുണ്ട്. OTT വരുമ്പോൾ കാണാം. അത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പലർക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, തിയേറ്റർ ഓണേഴ്സിന് കിട്ടുന്ന ഒരു ചെറിയൊരു അടിയാണ്. അപ്പോൾ അത് ഒരു ചെറിയൊരു മൈനസും ബാക്കി ഒരു വലിയ കുറേ പോസിറ്റീവ്സും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പോഴും ഈ നല്ല മൗത്ത് പബ്ലിസിറ്റി, കാരണം നമ്മുടെ പടത്തിൽ അങ്ങനെ പറയാൻ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പടത്തിൽ നമ്മളെല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നു. സൂപ്പർ വുമൺ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവര് സിനിമയായിട്ട് കാണാൻ വരിക. ഇതൊരു നല്ല സിനിമയാണ്. ഇത് ഭാവനയുടെ സിനിമയോ റഹ്മാന്റെ സിനിമയോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു നല്ല സിനിമ. ഒരു പുതിയ ഡയറക്ടറാണ് അദ്ദേഹം, ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ആകെ കൂടെ നമ്മൾ കേട്ട ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ട് എന്നാണ്. ഇവിടെ 10 സിനിമ കഴിഞ്ഞ ഡയറക്ടേഴ്സിന്റെ സിനിമയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്തിരി ലാഗ് ഉണ്ട്. സോ ലാഗ് എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തു. സോ തീർച്ചയായിട്ടും ഒരു പുതിയ സംവിധായകൻ അത് നമുക്ക് ഒരു വലിയ കുറ്റമോ കുറവോ ആയിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് പ്രേക്ഷകരും അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഓഫ്കോഴ്സ് അവർ കാണുമ്പോൾ അവരുടെ ഒരു ഇത് പറയുകയാണ്, ഒരു ഫീഡ്ബാക്ക് പറയുകയാണ്. പക്ഷെ ആ ഒരു ആദ്യത്തെ സിനിമയിലത്തെ ഡയറക്ടർ തന്നെയാണ് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒരു ട്വിസ്റ്റും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ബേസിക്കലി ഇവിടെ എത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു ചെറിയ നെഗറ്റീവിലേക്ക് പിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുള്ളിലുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷേ ഈ മൂവി നേരത്തെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഈ സിനിമ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. സിനിമ നല്ലതാണെങ്കിൽ തന്നെ ഓടുകയുള്ളൂ, സിനിമ നല്ലതാണെങ്കിൽ തന്നെ ആൾക്കാർ കാണുകയുള്ളൂ. അല്ലാതെ മോശം സിനിമയാണെങ്കിലും നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന റിവ്യൂസാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ഞങ്ങൾ ആരെയും കൊണ്ടും പറയിപ്പിക്കുന്നതല്ല. അവർ തരുന്ന നമ്മൾ വിചാരിച്ച സാധനങ്ങൾ വർക്കാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, അത് ആൾക്കാർക്ക് വർക്കാവുന്നത് കൊണ്ട് ഇത് നമ്മൾ സ്പ്രെഡ് ആക്കുക, അല്ലെങ്കിൽ ഇത് വിസിബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു മൂവിയിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് പുറത്ത് വരിക എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.